എന്തിനാ ഓരോ മരണത്തെയും പ്രേതാത്മാക്കളെ ആവാഹിച്ച് വെച്ച് ശക്തി കൂട്ടുന്ന ആൾക്കാരുണ്ട്, ദുർമാന്ത്രികം നടത്തുന്നവർ. ചെയ്തത് ചിലപ്പോൾ പാപം ആണെന്ന് തോന്നിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മിക്കവാറും ഇവരുടെ ജീവിതം അവസാനിക്കുന്നത് വളരെ ട്രാജിക്കായിട്ടാണ്. ബാംഗ്ലൂരോ ബോംബെയിലോ ഡൽഹിയിലോ എങ്ങനെയെങ്കിലും ഈ ഒരു ഗ്യാങ്ങിൽ പെട്ടുപോകുന്നൊരു വ്യക്തി, ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ, ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ കേട്ടിട്ട് അയ്യോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവിലേക്കല്ലേ എന്നൊരു തോന്നൽ തോന്നി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ അത് സഹായിച്ചാലോ എൻ്റെ വാക്കുകളിൽ നിന്ന്. ആരും ഇതിനെക്കുറിച്ച് പറയാൻ പോലും പേടിയാണ്. കാരണം അവരുടെ നോട്ടപ്പുള്ളി ആവുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. എന്തിന് പല പാസ്റ്റേഴ്സ് പോലും ഞാൻ മനസ്സിലാക്കിയത് അവർ ഈ ബാധ ഒഴിക്കാൻ വേണ്ടി ഈ റെഡ് ഇന്ത്യൻസ് ഇല്ലേ, പ്രാകൃത റെഡ് ഇന്ത്യൻസിൻ്റെ മാന്ത്രികം പഠിച്ചിട്ട് നാട്ടിൽ വന്ന് ബാധ ഒഴിക്കുന്ന പാസ്റ്റേഴ്സും ഉണ്ട്. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അങ്ങനെ ഉണ്ട്. അതില്ലാതെയും പറ്റും. പോസിറ്റീവ് പവർ ഉപയോഗിച്ചിട്ടും പറ്റും, നെഗറ്റീവ് പവർ ഉപയോഗിച്ചിട്ടും പറ്റും. അപ്പം അത് ആരുടെ തീരുമാനം? നെഗറ്റീവ് പവർ ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്നുള്ള ആ വ്യക്തിയുടെ തീരുമാനമാണ്. അത് പഠിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, റെഡ് ഇന്ത്യൻസിൻ്റെ മാന്ത്രികം. ഇവർക്കൊക്കെ അധികം ജീവിക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം അധികം ജീവിക്കണോ വേണ്ടേ എന്നുള്ളത് ഇവരുടെ, ചിലപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ലൈഫ് എൻഡ് ചെയ്യുന്നത് കാണാം, അതും കാണാം. അല്ല, അതാ ചോദിച്ചത്. ഭ്രാന്തമായ തലത്തിലേക്ക് മനസ്സ് പോയി എന്തും ചെയ്യില്ലേ, അങ്ങനെയും വരാം. ഇത്തരം ലൈഫ് നയിച്ച് കുറേ നാൾ കഴിയുമ്പോഴേക്കും മനസ്സിൻ്റെ ഒരു പരിധി വിട്ടുപോകല്ല, ഇത് സഹിക്കാൻ പറ്റാണ്ടായി, അല്ലെങ്കിൽ ചെയ്തത് ചിലപ്പോൾ പാപം ആണെന്ന് തോന്നിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മിക്കവാറും ഇവരുടെ ജീവിതം അവസാനിക്കുന്നത് വളരെ ട്രാജിക്കായിട്ടാണ്. കാരണം കുത്തഴിഞ്ഞ ജീവിതമല്ലേ, അതാണ്. ഇതിനകത്തിൽ പെട്ടുപോകുന്ന ആൾക്കാർക്കായിരിക്കതല്ലേ കൂടുതൽ എഫക്റ്റ് ആവുന്നത്. അതെ അതെ. ഈ പറയുന്ന കമാൻഡേഴ്സും ഇതിൻ്റെ അകത്തിൽ ഈ പർപ്പസ്, ഇപ്പം എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ സാത്താൻസിന് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടാണ്. സാറ് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആഗ്രഹം ഈ വേൾഡിന് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം, ഇതും ഇവിടെ വേണം. അങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ആൾക്കാരെ ഇത് ബാധിക്കുന്നത് കുറവായിരിക്കില്ലേ? ഈ പറയുന്ന അടുത്ത ലെവൽ ഓഫ് ഇതിൽ വന്ന് പോകുന്ന അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു അജണ്ട ഉണ്ടല്ലോ അവർക്ക്. അപ്പം അത് സ്വാധീനിക്കുന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ നെഗറ്റിവിറ്റി, അത് ഉറപ്പാണ്. ഇപ്പോൾ കറണ്ടുള്ള വയറിൽ കയറി പിടിച്ചാൽ ഉറപ്പല്ലേ നമുക്ക് വൈദ്യുതി പ്രവാഹം കേൾക്കുമെന്നുള്ളത്? ഇലക്ട്രിസിറ്റി അടിക്കുമല്ലോ, നമ്മൾ തെറിപ്പിച്ച് കളയില്ലേ എന്ന് പറയണ പോലെ നെഗറ്റിവിറ്റി കയറി പിടിച്ചാൽ അവസാനം വരുന്നത് നെഗറ്റിവിറ്റി തന്നെയാണ് എല്ലാവർക്കും. ഇനി അവരൊക്കെ മേ ബി പോസിബിളി മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരെങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഫ്രീക്വൻസി ഏതോ ആ ഫ്രീക്വൻസിയിലേക്ക് അവർ ലയിക്കുകയുള്ളൂ. ആത്മാവിന് മോക്ഷം കിട്ടില്ല, അത് ഉറപ്പാണ്. ആത്മാവിനെ കുറിച്ച് അവർ ചിന്തിക്കാത്തതുകൊണ്ടാണ്. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ വേറെ ആത്മാക്കളെ ദുഷിപ്പിക്കാനോ സ്വയം നശിക്കാനോ തീരുമാനിക്കില്ല. അവർക്കതറിയില്ല, കർമ്മ നിയമത്തെക്കുറിച്ച് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവരിതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇനി അവരെ തന്നെ സോള് വീണ്ടും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തലങ്ങളിലേക്കൊക്കെ മാറുമോ? ഈ പറയുന്ന സാത്താൻ സേവയ്ക്ക് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോ ഈ പൂർവികരുടെ ആത്മാക്കളെ വെച്ചിട്ട് സേവ ചെയ്യുന്ന ഒരു രീതിയില്ലേ, അതേപോലെ തന്നെ ഈ പറയുന്ന സാത്താൻ സേവയുടെ ഇപ്പോ പൂർവികനായിട്ടുള്ള ഒരു പ്രീസ്റ്റ് മരിക്കുകയാണെന്ന് വെച്ചു, അപ്പോ അയാളുടെ സോളിനെ പറഞ്ഞു വിടാതെ അവിടെ തന്നെ നിർത്തി ഇത് പോസിബിൾ ആണ്. അവരുടെ ആ മാന്ത്രികത്തിൽ അത് പോസിബിൾ ആണ്. അങ്ങനെയാവല്ലോ ഒരു ശക്തി കൂട്ടുന്നത്. അതെ അതെ. എന്തിനാ ഓരോ മരണത്തെയും പ്രേതാത്മാക്കളെ ആവാഹിച്ച് വെച്ച് ശക്തി കൂട്ടുന്ന ആൾക്കാരുണ്ട്, ദുർമാന്ത്രികം നടത്തുന്നവർ. അപ്പോഴോ അതും പോസിബിളാണ്. പക്ഷെ നമ്മളിതൊന്നും നേരിട്ട് ചെന്ന് കാണുകയോ ഇത് അനുഭവം ഇല്ലാത്ത ആളുകളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കെട്ടുകഥയായിട്ട് തോന്നും, അതാണ് വാസ്തവം. അല്ല, പല ചരിത്രത്തിലും ഇങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ടും അതേപോലെ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മരണങ്ങൾ ഇപ്പോൾ ഒരു ക്രൈം അല്ലെങ്കിൽ ക്രൈം സ്റ്റോറി നടന്നൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇതേപോലെ അസ്വാഭാവികമായി ഈ പറയുന്ന രീതിയിൽ സീരിയൽ കില്ലേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സീരിയൽ കില്ലേഴ്സ് അവരിത്തരം ഒരു പ്രത്യേക മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് രക്തം കാണുന്നതോ മാംസത്തെ അറുക്കുന്നതോ ഒന്നും തന്നെ അവർക്കൊരു അറപ്പും വെറുപ്പും ഉണ്ടാവില്ല. അവരതിന് പ്രോഗ്രാംഡാണ് അവരുടെ മൈൻഡ്. അപ്പോൾ അത്തരം വ്യക്തികൾ നെഗറ്റിവിറ്റി, ഇപ്പോൾ ശവം തിന്ന വ്യക്തികളെ കുറിച്ച് പറഞ്ഞു, സാധാരണ ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യമാണോ അത്? അബ്നോർമലാണ്. അതാണ് ഒരു പ്രത്യേക ചിരിയൊക്കെ കാണാം. തിരുവനന്തപുരം കേസിലാണ് അച്ഛനെയും അമ്മയൊക്കെ കൊന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? ആ കേസിൽ പുള്ളീനെ തിരിച്ച് കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തില് ഇപ്പോഴും ന്യൂസ് ചാനലിലൊക്കെ കിടപ്പുണ്ട്. ഒരു പ്രത്യേകതരം ചിരി അയാള് നോക്കി ചിരിക്കുന്നതായിട്ട്. എങ്ങനെ സാധിക്കും അത്? ഒരു സാധാരണ നോർമൽ ആയിട്ടൊരു വ്യക്തിക്ക് സാധിക്കും? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ നന്മയും തിന്മയും ഉണ്ട്.
പിന്നെ ഇതേപോലെ പുറത്തൊരു കേസ് ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉം. അമ്മയെ മറ്റോ കൊന്നതാണെന്ന് തോന്നുന്നു. കൊന്നിട്ട് ആ പെൺകുട്ടി മീഡിയാസിന് നേരെയും അതേപോലെ പ്രത്യേകിച്ച് ഫിയർ ഒന്നും ഇല്ലാതെ അതാ പറഞ്ഞു ഒരു അബ്നോർമൽ ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ കാണിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ, അത് കുറേ അധികം വൈറലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇനി ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ചിലപ്പോൾ ഇതിലേക്കൊക്കെ പോയ ആളുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ ഒരു നോർമൽ വ്യക്തി അങ്ങനെ ചെയ്യൂ? നോർമലായിട്ട് ഒരാളും അങ്ങനെ ചെയ്യില്ല. ഇവർക്ക് മേ ബി ഏതെങ്കിലും സമയത്ത് കുറ്റബോധം വന്നു കഴിഞ്ഞാലാണ് ഇവർ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്. അതെ, അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പോൾ സെക്സ് മാനിയൊക്കെ ആയിട്ടുള്ള ആണും പെണ്ണും ഇവരിങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ എല്ലാം സുഖിച്ച് മതിച്ച് ജീവിക്കും. ഒരു കാലഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇവർക്ക് ഇതൊന്നും ഒരു വിരക്തി വരുമോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തെറ്റു ചെയ്തു എന്നുള്ളൊരു ചിന്ത വന്നാൽ അതോടുകൂടി ജീവിതം അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇത് മനുഷ്യൻ്റെ തീരുമാനമാണ്. അത് മരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യണോ ഈ ലൈഫ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്ന തീരുമാനമല്ലേ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആവാമല്ലോ. ഈ റിഗ്രറ്റ് തോന്നുന്ന ഫീൽ. അതെ, പലർക്കും അങ്ങനെ റിഗ്രറ്റ് തോന്നാറില്ല. മിക്കവാറും ഒരു റിഗ്രറ്റ് തോന്നുന്നവരാണെങ്കിൽ അത് മരിക്കണമെന്നാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. കാരണം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അതിൽ. ബോധം വീണ് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് മൊത്തം തെറ്റാണെന്ന് കണ്ടാൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളും ചെയ്തു പോകും. സ്വയം ജീവൻ എടുക്കുക എന്നുള്ളതാണ്. ഇനി മറ്റുള്ളവരെ കൊല്ലാനാണ് എൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്. കുറേ പേരെ കൊന്നു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ചെയ്യാൻ കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ജീവിച്ചാൽ പോരെ വീണ്ടും. അതാ പറഞ്ഞത്, ചിലപ്പോൾ റിപ്പൻറ്റ് ചെയ്യുന്നൊരു തലത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ സ്വയം ജീവൻ എടുക്കുക എന്നുള്ളതാണ്. ഈ ജോളി കേസിലൊക്കെ അതിനകത്തില് റിഗ്രഷൻ എന്നാ ഉണ്ടായെന്നൊന്നും പറയാനില്ല. അവര് ഇതേപോലെ സൂയിസൈഡ് ടെൻഡൻസി കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ജയിലിൽ നിന്ന്. എത്രത്തോളം അത് സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്തയാണ്. പല കുറ്റവാളികളിലും കണ്ടിട്ടുണ്ട്. അത് ജയിലിൽ നിൽക്കുന്ന വാർഡന്മാരോട് സംസാരിച്ചാൽ മനസ്സിലാവും. പല കുറ്റവാളികളിലും ഇടയ്ക്ക് അവർ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ടെൻഡൻസി പറയുന്നുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം അങ്ങനെ പ്രത്യേക സെല്ലിലൊക്കെ അടയ്ക്കും അങ്ങനെയുള്ളവർ. ഇപ്പോഴും വാച്ച് ചെയ്യും. ഒരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, പണ്ട് വാർത്ത വന്നത് ഒരു വ്യക്തിയെ ഇതുപോലെ ഒരുപാട് പോലീസ് പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അവസാനം കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത്, അന്നൊക്കെ ഒരു പ്രത്യേകതരം അണ്ടർവെയർ ഉണ്ടായിരുന്നു. ആ അണ്ടർവെയറിൻ്റെ ഇതുണ്ടല്ലോ, ഈ ഇലാസ്റ്റിക്, ആ ഇലാസ്റ്റിക് മേലേക്ക് കെട്ടിയിട്ട് അത് കഴുത്തിൽ കുടുക്കിയിട്ട് അയാൾ മരിച്ചു. ആലോചിച്ച് നോക്കി, ഒരിക്കൽ നടന്നതാണ്. അപ്പോൾ അത് ചെയ്യാൻ കാരണം എന്താ? അതാണ്, ചില വ്യക്തികൾക്ക് അങ്ങനെ സംഭവിക്കാം. ശരിയാ, ചില കുടിസ മുറികളിലൊക്കെ ആത്മഹത്യകൾ ചെയ്യുന്നതാണ്. ഇതേ പറഞ്ഞ ഈ ഇത്രയും ഇൻസിഡൻസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും വളരെ ബുദ്ധിമുട്ട് എടുത്ത് എന്തിനായിരിക്കും അങ്ങനെ ചെയ്തേ എന്നുള്ളത്. പിന്നെ ഈ ആത്മഹത്യ പ്രേരണകളിലേക്ക് കിടക്കുന്നത് അതും ഒട്ടും ഇനി എൻ്റെ ലൈഫ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത് ഉണ്ടാവും. അതും ഇനി പറയുന്ന രീതിയിൽ എനിക്കിനി നേരത്തെ ഞാൻ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോട്ടും ഉണ്ടാവില്ലേ? അത് രണ്ടും വരാം. അത് ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചിട്ടാണ്, അവരവരുടെ തീരുമാനമല്ലേ. ഇപ്പോൾ ആതിര എന്ന് പറയുന്ന വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ ആതിര എടുക്കുന്നതല്ലേ. അതിൽ ഞാൻ നിയന്ത്രണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആതിര എന്ത് പറയും? അത് നിൻ്റെ വിഷയമല്ല, ദിസ് ഇസ് നോട്ട് യുവർ ബിസിനസ്, നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യില്ലേ. അതൊരു വ്യക്തിയുടെ തീരുമാനമാണ്, എങ്ങനെ വേണമെങ്കിലും തീരുമാനം എടുക്കാം. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് കണ്ടറിഞ്ഞിട്ട് കുറച്ച് പേരെങ്കിലും ഇത് മനസ്സിലാക്കി അയാൾ പറഞ്ഞതിൽ കാര്യം ഉണ്ടാവും. ഒരു പക്ഷേ ബാംഗ്ലൂരോ ബോംബെയിലോ ഡൽഹിയിലോ എങ്ങനെയെങ്കിലും ഈ ഒരു ഗ്യാങ്ങിൽ പെട്ടുപോകുന്നൊരു വ്യക്തി, ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ, ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ കേട്ടിട്ട് അയ്യോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവിലേക്കല്ലേ എന്നൊരു തോന്നൽ തോന്നി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ അത് സഹായിച്ചാലോ എൻ്റെ വാക്കുകളിൽ നിന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ തുറന്നു പറയുന്നത്. ആരും ഇതിനെക്കുറിച്ച് പറയാൻ പോലും പേടിയാണ്. കാരണം അവരുടെ നോട്ടപ്പുള്ളി ആവുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എൻ്റെ മരണമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് ധൈര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഈ ആത്മാക്കളെ ഒന്നും പടവെട്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്കൊരു HR മാനേജറായിട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്താൽ ഇതിൽ കൂടുതൽ സാലറി കിട്ടിയത്. പക്ഷേ അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ സിദ്ധികൾ മറ്റുള്ളവരെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു, അത്രയും. അതാണ്.
അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് കുറേ അധികം സംശയങ്ങളുണ്ടായിരുന്നു. ഇനി മേ ബി ഇതിനകത്തിൽ തന്നെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കമൻസ് ഒക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ ആ, പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ആണ് ഞാൻ സാറിനോട് ചോദിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഈ പറയുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാലഘട്ടത്തിലും ഇതെന്തുകൊണ്ടാണ് തുടർന്നു പോകുന്നത് എന്നുള്ളത്. അതെ അതെ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.